+1 +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി പ്രധാനമായിട്ട് വരാൻ പോകുന്ന എക്സാമാണ് ക്രിസ്മസ് എക്സാം. ആ ക്രിസ്മസ് എക്സാമിൽ മികച്ച മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംശയമാണ് ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ പോർഷൻസ് ഏതൊക്കെ. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഏത് ക്ലാസ്സും ഏത് സ്ട്രീമാണെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ +1 ആണെങ്കിലും +2 ആണെങ്കിലും കൊമേഴ്സ് സയൻസ് ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം പോർഷൻസ് എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ +1 സയൻസ് ആണെങ്കിൽ +1 സയൻസ് ക്രിസ്മസ് എക്സാം പോർഷൻസ് എനിക്ക് മെസ്സേജ് അയക്കുക. നിങ്ങൾ +2 കൊമേഴ്സ് ആണെങ്കിൽ +2 കൊമേഴ്സ് ക്രിസ്മസ് എക്സാം പോർഷൻസ്, അതേപോലെ തന്നെ നിങ്ങൾ +2 സയൻസ് ആണെങ്കിൽ +2 സയൻസ് ക്രിസ്മസ് എക്സാം പോർഷൻസ്, +2 ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ +2 ഹ്യൂമാനിറ്റീസ് ക്രിസ്മസ് എക്സാം പോർഷൻസ് എന്നും, +1 കൊമേഴ്സ് ആണെങ്കിൽ +1 കൊമേഴ്സ് ക്രിസ്മസ് എക്സാം പോർഷൻസ് എന്നും, +1 ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ +1 ഹ്യൂമാനിറ്റീസ് ക്രിസ്മസ് എക്സാം പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ക്ലാസ്സുകളിലുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ഏതൊക്കെയെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരും. അതേപോലെ തന്നെ ക്രിസ്മസ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഡൗട്ടാണ് ഓണം എക്സാമിൻ്റെ പോർഷൻസ് നിന്ന് ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന്. 100% ഉറപ്പാണ്. ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സിൽ നിന്നും ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ ഒരു 20% മുതൽ ഒരു 30% മാർക്കിന് വരെ, അതായത് വളരെ കുറച്ച് മാർക്കിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് നിന്ന് ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സും പഠിക്കണം. അപ്പോൾ പോർഷൻസ് അറിയാൻ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോ, ഫോളോ ചെയ്യാൻ മറക്കണ്ട.